ഹലോ എവ്രി വൺ. ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ പറ്റിയ നല്ലൊരു മാജിക് കാർഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്? ചെറിയൊരു ട്രിക്കാണ് ഇതിൽ യൂസ് ചെയ്തിട്ടില്ല, പെട്ടെന്ന് എല്ലാവർക്കും പിടിയിട്ടില്ല, എന്നാലും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഈ ഒരു കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ കട്ടിയിലെ പേപ്പറാണ് നല്ലത്. അതിന് ഇതുപോലെ മടക്കുക, പക്ഷേ ഒരു 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് വേണം അത് സ്റ്റോപ്പ് ചെയ്യാൻ. ആ 1 സെൻറ്റിമീറ്റർ പേപ്പർ നമ്മൾക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. അറ്റത്ത് വെച്ചിട്ട് ഒരുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ 1 സെൻറ്റിമീറ്റർ എക്സ്ട്രാ പേപ്പർ നമുക്ക് ഇതിന് മേലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ പേപ്പർ എടുത്തിട്ടില്ലേ. എന്നിട്ട് അതിനെ മറച്ച് വെച്ചിട്ട് ഈ നല്ല ഭാഗത്ത് നമ്മൾക്ക് 4 സൈഡിലും ഒരു 1.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു ഫ്രെയിം വരച്ചു കൊടുക്കാം. നിങ്ങളിത് മെഷർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാനിത് ചെയ്തതുകൊണ്ട് എനിക്ക് ഓൾറെഡി 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ ഒക്കെ ഒരു മൈൻഡ് സ്കെച്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ വരയ്ക്കുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് മാർക്ക് ചെയ്താൽ കറക്റ്റ് മെഷർമെൻറ്റിൽ ഫ്രെയിം കിട്ടും. അപ്പം ഇതിനെ നമ്മൾക്ക് ഇനി ഒരു പെൻ നൈഫിനെ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ആ ഫ്രെയിമിൻ്റെ ആ ബോർഡർ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു വൈറ്റ് പേപ്പർ എടുക്കാം. ഈ വൈറ്റ് പേപ്പർ നമുക്കിതുപോലെ വെച്ചിട്ട് ഈ ഫ്രെയിമിനെക്കാളും 1 സെൻറ്റിമീറ്റർ 2 സൈഡും എക്സ്ട്രാ വേണം. ഇത് കണ്ടോ, റൈറ്റ് സൈഡിൽ 1 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും ഞാൻ 1 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുത്തിട്ട് സ്കെയിലിനെ കൊണ്ടൊരു മാർക്കിംഗ് കൊടുക്കുകയാണ്. എന്നിട്ട് അത് ഞാൻ കട്ട് ചെയ്തെടുക്കും. അപ്പം നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ കിട്ടും. ഇനി നമ്മൾ ആ 1 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുത്തിട്ടില്ലേ, അതിനെ ഇതുപോലെ മടക്കി കൊടുക്കുക. ഓക്കെ, ഒരു ഭാഗം മടക്കി, അത് അവിടെ നമുക്ക് ഒട്ടിക്കണ്ടായിരുന്നു. ഞാൻ മെഷർമെൻറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതേപോലെ മറ്റേ സൈഡും മടക്കണം. രണ്ടും ഒരേ ഭാഗത്തേക്കാണ് മടക്കേണ്ടത്. ഓക്കെ, ഒരു സൈഡ് മടക്കിയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും സ്കെയിൽ വെച്ചിട്ടാണ് ഞാൻ മടക്കുന്നത്. അപ്പോൾ ചെരിവൊന്നും ഉണ്ടാവില്ല, സ്ട്രെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾക്ക് ആ ഫ്രെയിമിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. കട്ട് ചെയ്ത ഭാഗത്തല്ല, കട്ട് ചെയ്യാത്ത ഭാഗത്തേക്ക് ഗ്ലൂ ആക്കിയിട്ട് നമ്മൾക്ക് ഇതിനവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കുറച്ച് ഗ്ലൂ മാത്രമേ ആക്കാൻ പാടുള്ളൂ. എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ഞാൻ ആക്കുമ്പോൾ ഒരു സ്ഥലത്ത് കുറച്ചധികം ഗ്ലൂ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഒട്ടിപ്പിടിച്ചതുകൊണ്ട് ഫൈനലി എനിക്ക് ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ആ സെൻറ്ററിൽ ചെറുങ്ങനെ ഗ്ലൂ എക്സ്ട്രാ ആയത്. അങ്ങനെ എക്സ്ട്രാ ആവരുത്, ഒരു ലൈൻ മാത്രം വരച്ചാൽ മതി. അതിനുശേഷം നമ്മൾക്ക് ഈ പേപ്പർ അവിടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അവിടെ ഒട്ടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മടക്കാം. ആ മടക്ക് വെച്ചിട്ട് അവിടെ മടക്കിയിട്ട് ആ നേരത്തെ ഒരു സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുത്ത് പറഞ്ഞില്ലേ, ആ 1 സെൻറ്റിമീറ്ററിൻ്റെ ആ പേപ്പർ നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അവിടെ ഇതുപോലെ ഒരു ലൈന് ഫെവിക്കോളാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മറിച്ച് വെച്ചപ്പോൾ ഈ സൈഡൊക്കെ ചെറുങ്ങനെ പൊന്തി വയ്ക്കുന്ന കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് ഇസ്ത്രി ഇട്ടിട്ട് അതിനവിടെ ഫ്ലാറ്റാക്കി കൊടുത്തു. ഇനിയാണ് നമ്മൾ ട്രിക്ക്. വേറെ ഇതേപോലത്തെ ഒരു സൈസിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്തു. ആ ഫ്രെയിമിൻ്റെ അതേ സൈസ് എടുത്തത്, പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് ഒരു 1/2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളയണം. ഒരു 1/2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ സ്കെയിലിനെ കൊണ്ട് മാർക്കിങ് ചെയ്തിട്ട് കണ്ടോ, ഒരു സൈഡിൽ നിന്ന് മാത്രം 1/2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്താൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പേപ്പറിനെ നമുക്ക് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ സെയിം സൈസ് ആകുമ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ഫ്രെയിമിൻ്റെ സൈസിനെക്കാട്ടി ഒരു ഇത്തിരി കുറച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. കണ്ടോ, ആ ഫ്രെയിമിനേക്കാളും കുറച്ചൊന്ന് കുറച്ചിട്ടാണ് ഇപ്പോഴത്തെ പേപ്പർ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ആ ഇപ്പോഴത്തെ പേപ്പറില്ലേ, അതിൻ്റെ മുകളിലേക്ക് ഒരു നാഷണൽ ഫ്ലാഗ് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ട് കളർ ചെയ്യാം. നമ്മൾക്ക് സ്കെച്ച് പെൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്രയോൺസ്, പേസ്റ്റൽ കളർ, ഏത് കളറാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളത് അത് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഈ വീഡിയോ അധികം കട്ടും ക്രോപ്പൊന്നും ചെയ്യാതെ ചെയ്യുന്നത് കുട്ടികൾക്കത് ഈസി ആയിട്ട് കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കളറിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. കളറിങ്
നീറ്റായിട്ട് ചെയ്യണം. അതിന് കറക്റ്റായിട്ടൊരു ഔട്ട്ലൈനിങ് ഒക്കെ കൊടുക്കണം. അപ്പം ഇതുപോലെ 2 കളറും ചെയ്തു. അശോക ചക്രവും വരക്കണം. അത് ബ്ലൂവിനെ കൊണ്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ നമ്മൾ ബ്ലാക്ക് ഔട്ട്ലൈനെ കൊണ്ട് ഇതിന് ഫുള്ളൊരു ഔട്ട്ലൈൻ കൊടുക്കണം. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഈ നാഷണൽ ഫ്ലാഗിന് ഒരു പെർമനൻറ്റ് മാർക്കർ എടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കണം. അത് നമ്മൾ ട്രിക്കിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഫ്ലാഗ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത ഫ്രെയിമിൻ്റെ അതേ കളറിലൊരു പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വൈറ്റ് പേപ്പറുടെ വീതിക്ക് ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ആ പേപ്പറിനെ ഞാനൊരു 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് അതിൻ്റെ സൈഡിൽ ഒട്ടിക്കുകയാണ്. ഹാഫാക്കി മടക്കുക. അപ്പോൾ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ളൊരു ഇതുപോലെ ഫോൾഡ് കിട്ടും. അവിടെ നമ്മൾക്ക് ഫെവിക്കോൾ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. പക്ഷെ അതിന് മുന്നേ, ഒട്ടിക്കുന്നതിന് മുന്നേ ഒരു OHP ഷീറ്റ് എടുക്കുക. ഇത് OHP ഷീറ്റ് സ്റ്റേഷനറി ഷോപ്പിലൊക്കെ കിട്ടുന്നൊരു ഷീറ്റാണ്. അപ്പോൾ വൈറ്റ് പേപ്പറിൻ്റെ അതേ മെഷർമെൻറ്റിൽ നമ്മൾ ഈ OHP ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. ഞാനിതിപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്യുന്നത് എന്താ പറയുക, പ്രാക്ടീസ് ആയതുകൊണ്ടാണ്. അപ്പം കുട്ടികളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ പേപ്പറിനെ OHP ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, എന്നാലേ കറക്റ്റ് സൈസ് കിട്ടുള്ളൂ. അത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇനി നമ്മൾക്ക് ഈ പേപ്പറിനെ ഈ ബ്ലൂ പേപ്പറിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ആ പേപ്പറിൻ്റെ മുകളിൽ OHP ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ പേപ്പർ നമ്മൾ മടക്കിയിട്ടുണ്ടായിരുന്നല്ലോ 1 സെൻറ്റിമീറ്റർ, അവിടെ ഗ്ലൂ ആക്കിയിട്ട് അത് ആ OHP ഷീറ്റിൻ്റെ മുകളിലേക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ OHP ഷീറ്റിൻ്റെ മുകളിൽ പെർമനൻറ്റ് മാർക്കറിനെ കൊണ്ട് ഇതുപോലെ ആ ഫ്ലാഗിന് ഔട്ട്ലൈനിങ് കൊടുക്കുക. ഫുൾ ഭാഗം ഇതുപോലെ ഔട്ട്ലൈൻ കൊടുത്ത് എടുക്കണം. ഇത് നമ്മുടെ ട്രിക്കിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഐഡിയ പിടിയിട്ടിട്ടുണ്ടാവും. എന്നാലും വീഡിയോ ഫുൾ കണ്ട് നോക്കണേ. ഇതുപോലെ മാർക്കിങ് കൊടുക്കുക. അപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്ന ഗ്രീനിന് ഔട്ട്ലൈനിങ് കൊടുത്തിട്ടുണ്ടായിട്ടില്ല നേരത്തെ ചെയ്യുമ്പോൾ. അപ്പോൾ ഗ്രീനിന് ഞാൻ ഔട്ട്ലൈനിങ് കൊടുത്തു. ആ ബ്ലൂവിന് ഞാൻ ബ്ലാക്കിനെ കൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് ബ്ലൂ പെർമനൻറ്റ് മാർക്കർ ഉണ്ടായിട്ടില്ല. ബ്ലാക്കിനെ കൊണ്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഔട്ട്ലൈനിങ് OHP ഷീറ്റിൻ്റെ മുകളിലും ചെയ്തു. അടിയിൽ വൈറ്റ് പേപ്പറിലാണ് നമ്മൾ ഒറിജിനൽ കളേർഡ് ഫ്ലാഗ് ഉള്ളത്. ഇനി നമ്മൾക്ക് ആ ഫ്രെയിം എടുക്കാം. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ വൈറ്റ് പേപ്പർ, ഫ്ലാഗ് വരച്ച വൈറ്റ് പേപ്പർ വരേണ്ടത് ഈ ബ്ലൂവും നേരത്തെ ഒട്ടിച്ച വൈറ്റ് പേപ്പറിൻ്റെ ഇടയിലേക്കാണ്. ശ്രദ്ധിക്കണം, ബ്ലൂ പേപ്പറും വൈറ്റ് പേപ്പറിൻ്റെ അടിയിലേക്കാണ് നമ്മൾ നേരത്തെ വരച്ച് കളർ ചെയ്ത ഫ്ലാഗിൻ്റെ പേപ്പർ പോകേണ്ടത്. OHP ഷീറ്റ് അതിൻ്റെ തൊട്ട് മുകളിൽ, അതായത് ഫ്രെയിമിൻ്റെയും വൈറ്റ് പേപ്പറിൻ്റെയും ഇടയിൽ. ഓക്കെ, രണ്ടും 2 ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മളെ മാജിക് ട്രിക്ക്. അപ്പോൾ ഇതുപോലെ ഇൻസേർട്ട് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ല, ഫെവിക്കോൾ ആയതുകൊണ്ട് അവിടുന്ന് ചെറുങ്ങനെ ഒട്ടിയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് കൈയിട്ട് അതിന് വലിക്കേണ്ടി വന്നു. ഒരിക്കൽ പോയി അപ്പുറത്തെ എഡ്ജ് വരെ മുട്ടിയതിന് ശേഷം അത് പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫെവിക്കോൾ ഓവർ ആവാതെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ മാജിക് കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി കണ്ടോ, നമ്മൾ ഇതുപോലെ അതിനെ പുൾ ചെയ്യുമ്പോൾ ഇതാ ഇവിടെ മേലെയും താഴെയും ആയിട്ടാണ് ഉള്ളത്. അതാണ് ട്രിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ മാജിക് കാർഡ് റെഡിയാണ്. ഇനി നമ്മൾക്ക് ഇതെല്ലാം കുട്ടികൾക്ക് ആക്കി കാണിച്ചു കൊടുത്തിട്ട് നല്ല ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.